ഞമ്മളൊരു ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ടാന്ന്. അപ്പൊ ഞാൻ അതിൽ വിളിച്ചിട്ട് ചോദിക്കണേ ഏട്ടാ ചതിക്കോന്ന്. 2 ഫോൺ വാങ്ങി കൊടുത്തു. ഇത്രയും പ്രശ്നമായിട്ട് ഒരു ഫോണേ തന്നുള്ളൂ. ഒരു ഫോൺ ഇവിടെ മാമന്റെ കയ്യിൽ ഞാൻ കണ്ടു. ഇവിടുന്ന് 84 കിലോമീറ്റർ പലിശക്ക് പൈസ വാങ്ങിയിടക്ക് ഞാൻ ഇവിടെ കാണാൻ പോയിട്ടുണ്ട്. ആദ്യത്തോട്ട് ഞാനായിട്ട് പറഞ്ഞു, കാരണം നമുക്ക് കളക്ടറിന് പേടിയാണല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടി കിട്ടും. അപ്പൊ ഏട്ടാ ഓട്ടോക്കാരനാണെന്നുള്ള ഒരു ഇതുകൊണ്ട് എല്ലാരും വേണ്ട എന്നുള്ള ഞാൻ കുടിയനാണ്, കഞ്ചാവാണ്. സത്യം പറഞ്ഞ ഇവളുടെ ഫാമിലിയില് കുടിക്കാത്ത ആള് ഞാൻ മാത്രമേ ഉള്ളൂ. പറയാനുള്ള കാരണം തന്നെ ഏട്ടൻ കുടിക്കില്ല വലിക്കില്ല എന്നുള്ളതാണ്. അച്ഛനൊറ്റ മോള്, അച്ഛന് നല്ല ശമ്പളം ഗൾഫില്. അച്ഛൻ മറ്റേ കാനോൺ കമ്പനിയുടെ മാനേജറാണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജർ. 2-3 ശമ്പളം 30 കൊല്ലായി അവിടെ. പെൺകുട്ടിയെ പ്രേമിക്കുമ്പോ ചെക്കനെ എന്തൊക്കെ ചെയ്യാൻ ഏട്ടനെ കൊല്ലാൻ വരെയുള്ള തീരുമാനത്തിൽ എത്തി അവിടെ. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ തന്നെ കയറി സ്നേഹിക്കണമെന്ന് വെച്ചാൽ കുറെ അടിക്കുകയോ ചെയ്തു. അടിയിട്ട് വന്നാൽ ലാത്തിയും കൂടെ നല്ല കിട്ടി കിട്ടി. അപ്പൊ അവര് പറഞ്ഞോട് ഇപ്പൊ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്ന് പോവാന്ന് പറഞ്ഞു. എന്നോട് എഴുതി ഒപ്പിട്ടാരും പറഞ്ഞു. പിരിഞ്ഞു എന്നാ വിചാരിച്ച്. ഇവളെനപ്പറ്റി വയനാടൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കൗൺസിലിംഗ് ആകെ ചെയ്ത് മറപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അന്ന് എനിക്ക് നല്ല പ്രശ്നമായിരുന്നു. 67,000 ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് പോക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത്ര ആൾക്കാർ കുറ്റം പറഞ്ഞ ആ മാസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത്. ജൂലൈ മാസം അതെനിക്ക് ശരിയല്ല. എന്നോട് അളിയ അടുത്ത് പറയും, അളിയ ജൂലൈ വരുന്നിട്ടോ ശ്രദ്ധിക്കണം എന്ന്. എന്റെ ശരിക്കുള്ള പേരും സുജിൻ കൃഷ്ണ എന്നല്ല ശരിക്കും. എന്റെ ശരിക്കുള്ള പേര് വേറെ. അല്ല ഞാനിപ്പോഴും തൃശ്ശൂർ റോഡ് കയറി ഡെയിലി അടിയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പാലക്കാട് ഒരു പ്രൊമോഷന് പോയി. കടയുടെ അവിടേക്ക് കേറുന്ന ആ സമയത്ത് ഞാൻ ഇവിടെ അടി ഉണ്ടായി. കേറുമ്പോ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്കാണ് വളരെ സാധാരണക്കാരെ ഞങ്ങൾ നോർമൽ ലൈഫ് നോർമൽ സംസാരമായിട്ട് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്നത്. ഞങ്ങള് ഉമ്മിക്കരിയും കൊണ്ട് പല്ലിയേക്കണതും അത് 3 മാസം കഴിഞ്ഞിട്ട് ആ ഞങ്ങളവിടുത്തെ പോസ്റ്റ്മാന് ആഡ്സെൻസിന്റെ പിൻ നമ്പറും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഹൈയസ്റ്റ് എമൗണ്ട് കിട്ടിയ ഒരു അപ്രോക്സ് ചോദിച്ചാൽ എത്രയായിരിക്കും? കൊപ്പല്ലാണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഒരു ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഇന്ന് മോളിവുഡിലെ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബേഴ്സ് ഫാമിലിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓൺ ടു ദ ഷോ ലെറ്റ് മീ വെൽക്കം നമ്മുടെ സ്വന്തം മല്ലു ഫാമിലി. സുജൻ ചേട്ടനും നിതാ സുജൻ, പൊന്നു ചേച്ചിയുണ്ട്, സുജൻ ചേട്ടനുണ്ട്. ഹലോ, വെൽക്കം. ഞങ്ങള് ഇവരെ എറയത്തിരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. എന്തുണ്ട് ഇതെന്താ കഴുത്തിൽ പറ്റിയതൊരു മാർക്ക്? ചെറുപ്പത്തിലുള്ള പാടാം. ഞാനത് എന്ത് പാടാന്ന് പറഞ്ഞേ. ഓക്കെ, പറയൂ, എന്തുണ്ട് വിശേഷം? അങ്ങനെ ഇങ്ങനെ പോന്നു. അപ്പൊ വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് പോണു, എല്ലാം നല്ല രീതി. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹൈയസ്റ്റ് എമൗണ്ട് കിട്ടിയ ഒരു അപ്രോക്സ് ചോദിച്ചാൽ എത്രയായിരിക്കും? പറയാൻ മറ്റേ ഇതിന്റെ ബൈക്കിന്റെ പ്രശ്നം. ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്ന കാര്യം ഞാൻ, അതായത് ഒരു ബൈക്കിന്റെ ഒരു പ്രശ്നം ആയിരുന്നു അന്നിന്റെ. അതിന്റെ മുന്നേ ഇതൊക്കെ അറിയാവുന്നു. അപ്പൊ ഞാന് ഫേസ്ബുക്കിൽ പേജ് തുടങ്ങി. അപ്പൊ പേജ് തുടങ്ങിയിട്ട് ഒരു 35,000 ഫോളോവേഴ്സ് ആയി പേജിന്. ഫേസ്ബുക്കിൽ ഇത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം വാച്ച് അവർ ഒക്കെ കിട്ടണ നല്ല ബുദ്ധിമുട്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട് 35,000 ഒക്കെ ആക്കിയപ്പോ അത് മോട്ടിവേഷൻ എനേബിൾ ആയില്ല. അപ്പൊ ആ പേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് മറ്റേ 2ാമത് പേജ് തുടങ്ങി ഇങ്ങനെ എത്തിച്ച് കൊണ്ടുവന്ന് റെഡി ഇടുന്നില്ല. അപ്പോഴാണ് എന്റെ ഒരു ബൈക്കിന്റെ പ്രശ്നം വരുന്നത്. ആ ബൈക്കിന്റെ പ്രശ്നം വന്നപ്പോ അന്ന് എനിക്ക് നല്ല പ്രശ്നമായിരുന്നു. 67,000 ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് പോക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. അത്ര ആൾക്കാർ കുറ്റം പറഞ്ഞ ആ മാസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത്. പറഞ്ഞല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വീഡിയോ ആൾക്കാർ കമന്റ്സ് ചെയ്തത് ആ മാസമാണ്. അതായത് ജൂലൈ മാസം. എന്റെ ആളി ഇപ്പോഴും പറയും ജൂലൈ മാസം ഞങ്ങൾ ശരിയല്ല, അതെനിക്ക് ശരിയല്ല. ജൂലൈ മാസം എല്ലാ ജൂലൈയിൽ എന്തെങ്കിലും ജൂലൈ വന്നിട്ടോ ശ്രദ്ധിക്കണം. അങ്ങനല്ല, പൊതുവെ ജൂലൈ മാസം വരുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും. അപ്പൊ അതൊരു പേടിയാണ് എന്തെങ്കിലും. അപ്പൊ അന്ന് ആ ജൂലൈ മാസത്തിലായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയ. കാരണം അന്നിട്ട് എല്ലാ വീഡിയോ
മില്യൺ ആണ്. ആൾക്കാർ സ്കിപ്പ് ആയി. ഞാൻ നെഗറ്റീവ് പറയുന്നത് കൊണ്ട് എന്നെ ട്രോളാൻ വേണ്ടിട്ടെങ്കിൽ ആൾക്കാർ സ്കിപ്പ് അടിക്കാതെ കാണും. അതില് പിന്നെ ആ മാസം തന്നെയാണ് എന്റെ എന്താ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ എനേബിൾ ആയി. അതൊന്നും എനിക്ക് അന്നതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫണ്ട് കിട്ടി. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ പെങ്ങളെ കല്യാണത്തിനേക്കാളും കൂടുതൽ പെങ്ങളെ കല്യാണം ഇതുപോലെ ഇടുന്ന വീഡിയോസ് ഫുള്ള് മില്യൺ ആയിരുന്നു. ആ ഒരു മാസം 1.5 മാസം ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ അത് കഴിഞ്ഞിട്ട് എല്ലാരും വിചാരം ആ പെങ്ങളെ കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയതാണ്. അല്ല, ആ ബൈക്കിന്റെ പ്രശ്നമുള്ള പക്ഷെ ഒരിക്കലും ഫണ്ട് കിട്ടാൻ വേണ്ടി വേണ്ടിട്ടല്ല. നമ്മള് ഡെയിലി ചെയ്യുന്ന പോലെ ഞാന് മറ്റേ ഡെയിലി ഇതുപോലെ എന്റെ കടങ്ങൾ വീടുന്ന വരെ എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. മാസം എത്ര $1 ആവണമെന്ന്. അതിനാക്കിയിരുന്നു ഞാൻ ഈ കട്ടിയം വീഡിയോസ് ഇട്ടിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ ഇപ്പൊ കടങ്ങളൊക്കെ അല്ല എമൗണ്ട് പറഞ്ഞില്ലേ, ഞാനാ ചോദിച്ചത്. എന്താ ഞാൻ മറന്നു വിചാരിച്ചോ. അപ്രോക്സ് ഒരു $4,500 ഞാൻ മാസം ഉണ്ടാക്കാറുണ്ടായിരുന്നു. മാസം അല്ല, ആ ജൂലൈ മാസം അത്യാവശ്യത്തിന് ഞാൻ പൊതുവെ ഒരു $4,500 മാസം ആക്കും. അതായത് എന്റെ മല്ലു ഫാമിലി ചാനലിലും എങ്ങനെയെങ്കിലും ഞാൻ ആക്കും. രാവിലെ ചിലപ്പോ ഞാൻ 2 മിനിറ്റ് വീഡിയോ വെറുതെ ഇടും, ഉച്ചക്ക് ഇടും. വെറുതെ ഇട്ടിട്ട് ഒരു $4,500 ഞാന് എന്റെ കടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ അത് തീരണ വരയ്ക്ക് ഞാൻ ആവറേജ് ഒരു 4,500 ഇത് ഞാൻ ടാർഗറ്റ് മുട്ടിക്കും ഞാൻ എങ്ങനെയെങ്കിലും. അപ്പൊ ജൂലൈ മാസത്തിലോ? ഞാൻ പറയട്ടെ, ഒരു $10,000 മേലെ പോയോ? അല്ല, അതിന്റെ അടുത്ത് 9,000 ഒക്കെ ആണോ? $9,000 പറയുമ്പോ എത്ര ഇന്ത്യൻ റുപ്പി? നിങ്ങൾ നോക്കി അത് കാണുന്ന ആൾക്കാർ പറഞ്ഞോളൂ. 9 into 7 പറയേച്ചി പൊഞ്ചേച്ചി പറ. 6 ലക്ഷത്തി അതല്ല അല്ല അന്ന് ഡോളർ അത്ര കയറില്ല. പക്ഷെ അന്ന് അത് നമുക്ക് കേറ്റവർക്കുണ്ടായിരിക്കുമല്ലോ ഡോളറിന്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് കുഴപ്പമില്ലാന്ന് കിട്ടിയിരുന്നായിരുന്നു ആ മാസം. പക്ഷെ ഞാൻ മറ്റേ വണ്ടി എടുത്ത പ്രശ്നവും എന്റെ ഫേസ്ബുക്ക് അന്ന് എനേബിൾ ആവലും ഒക്കെ ഞാൻ സന്തോഷവാനായിരുന്നു അന്ന്. പക്ഷെ ആൾക്കാരിന് കുറ്റം പറയുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു എന്നല്ലേ. അതാണ് പലരും നമ്മൾ പറയില്ലേ, ആൾക്കാർ നമ്മൾ എത്രയൊക്കെ ഇത് പറഞ്ഞാലും there will be some aspect in our life where നോക്കില്ല. ഇപ്പൊ എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാര് ട്രോള് ഉണ്ട്. ഇന്ന ട്രോളിന് ചാനൽ ഇന്ത്യയോട് ചോദിക്കാറുണ്ട്, സുജിനേട്ടൻ എങ്ങനെ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാന്ന്. അല്ല പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ സ്ട്രൈക്ക് കുറെ കാര്യങ്ങള് ചെയ്യാറില്ല. അങ്ങനെ പോട്ടെ വിചാരിക്കും അല്ലേ. ഇപ്പൊ ചേട്ടൻ എന്താ പറയാ, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് എത്ര നെഗറ്റീവ് സാധനങ്ങളൊക്കെ വന്നാലും അതിനെ ഡീൽ ചെയ്യാറുണ്ട്. പക്ഷെ പൊന്നു ചേച്ചി ഭയങ്കര സെൻസിറ്റീവ് പേഴ്സൺ ആണെന്നാണ് വ്ളോഗൊക്കെ കണ്ടതിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം തളർന്നു. കാരണം 16K 16,000 നെഗറ്റീവ് കമന്റ്സ് എനിക്ക് പിന്നെ പറ്റിയിട്ട്. അതില് ഞാൻ അന്ന് ഇതൊക്കെ തിരുവനന്തപുരത്താണ്. എന്റെ അളിയനൊക്കെ തളർന്നായിരുന്നു. പെങ്ങളും അമ്മ ഇവരൊക്കെ ദൈവമേ നാട്ടിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ ആകെ പേടിച്ചായിരുന്നു. പിന്നെ ആ സമയത്തും കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ അറിയാത്ത ആൾക്കാർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ്. കുറെ ആൾക്കാർ ഇപ്പൊ ഇതിൽ നിൽക്കുന്ന വലിയ വലിയ കുറെ യൂട്യൂബേഴ്സ് ഞാൻ കോൺടാക്ട് ഉണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേടിയും പേടിക്കണം, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ എങ്ങനെയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ തുടങ്ങി നമ്മളെന്തിനാ പേടിക്കണേ, ആൾക്കാർ എവിടെ ഇതാവണോ. എന്താ അറിയട്ടാ, നമ്മളെ നേരെ വന്നിട്ട് ആരും പറയില്ല. എല്ലാവർക്കും ഫോണിൽ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമാണ് ഉള്ളത്. പൊന്നുചേച്ചി പറ, പൊന്നുചേച്ചി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ലേ? ആയിരുന്നു. ഇപ്പല്ല, ആ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയായിരുന്നു. എനിക്ക് തുടക്കം എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് വരുമ്പോഴേക്കും പെട്ടെന്ന് അപ്സെറ്റ് ആവും ഞാൻ. അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞ പിന്നെ നമുക്ക് ശീലമായി. നമുക്ക് അറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. ചിലപ്പോ നമ്മൾ എന്ത് നല്ലത് ചെയ്താലും നെഗറ്റീവ് കേൾക്കാണ്ട് ഫേസ്ബുക്കിലെ കമന്റ് ഒക്കെ വായിച്ച ഇത് വായിക്കാറുണ്ട് നിങ്ങൾ എല്ലാ കമന്റും? ഫേസ്ബുക്ക് കമന്റ് ഞാൻ നോക്കില്ല. ഫേസ്ബുക്കിൽ പിന്നെ കമന്റ്സ് വരാൻ വേണ്ടി ഞാൻ ഓരോന്നൊക്കെ കാട്ടി. കാരണം കമന്റ്സിനും പൈസയാണ് ഫേസ്ബുക്കിൽ. അങ്ങനത്തെ അത് ഒട്ടുമക്കൾക്ക് അറിയില്ല ഫേസ്ബുക്കിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ കമന്റ്സ് വരാൻ വേണ്ടി ഞാൻ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും. അപ്പൊ അതിനൊക്കെ വരും. അതിനൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഒരു മാസം ഇങ്ങനെ ആവണം എന്നുള്ളത്. അല്ലാണ്ടാകുമ്പോ തട്ടിമുട്ടി പോണ്ടേ, നോക്കണ്ടേ. അല്ല, പൊന്നു ചേച്ചിന്റെ ശരിക്കുള്ള പേര് നിത സുജൻ എന്നാണല്ലോ. എങ്ങനെയാണ് ഇത് പൊന്നു ആയത്?
ചേട്ടൻ്റെ പേരാണോ? അത് പ്രേമിക്കുന്ന സമയത്ത് നമ്മള് നമ്മള് പൊന്നു വാവേന്നൊക്കെ വിളിക്കില്ല. അങ്ങനെ വന്ന പേര്. അങ്ങനെ നോർമലായിട്ട് പക്ഷെ എല്ലാരും പിന്നെ അത് അങ്ങനെ പൊന്നൂസെ വീട്ടിലാണെങ്കിലും ഇവിടെ ഏട്ടന്മാരുടെ ഫ്രണ്ട്സും ഏട്ടന്മാരെല്ലാരും എന്റെ പൊന്നു. ഇപ്പൊ കേരളം മൊത്തം പൊന്നു എല്ലാരും എന്റെ വീട്ടുകാരും മാത്രമാണ് ഞാൻ എന്റെ എന്റെ അവിടുത്തെ ശരിക്കുള്ള പേരും സുജിൻ കൃഷ്ണ എന്നല്ല ശരിക്കും. എന്റെ ശരിക്കുള്ള പേര് വേറെയാണ്. പക്ഷെ പിന്നെ ഞാൻ എന്റെ ശരിക്കുള്ള സുജീഷ് എന്നാണ് ശരിക്കുള്ള പേര്. പക്ഷെ ആർക്കും അറിയില്ല. അത് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോ സ്റ്റാൻഡിങ് മുന്നിലാരും സുജി എന്ന് വിളിക്കുക. പിന്നെ എന്റെ അപ്പന്റെ ഫേസ്ബുക്ക് പേര് അന്ന് സുജിൻ കൃഷ്ണ എന്നായിരുന്നു. എന്റെ സ്വയട്ട പേരാന്ന് ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ. അപ്പൊ കൃഷ്ണ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഈ സുജീഷ് കൃഷ്ണ ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെ സുജിൻ കൃഷ്ണ ഇട്ടാണ്. പക്ഷെ അന്ന് ഇതുപോലെ ഫേസ്ബുക്ക് ഞാൻ അങ്ങനെ ഡെയിലി ശരിക്കും എന്റെ പേര് ഇവിടെ കൃഷ്ണ ഒന്നും ഇല്ല. പിള്ളേർക്ക് ആ പേരിട്ടുണ്ട് കൃഷ്ണന്ന്. ഞാൻ എന്റെ പേര് സുജിൻ കൃഷ്ണ ആക്കാൻ വേണ്ടി നോക്കി, നിയമപ്രകാരം തന്നെ പക്ഷെ അപ്പൊ എന്താ അറിയോ, SLC മാറ്റാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് പോണ പറപ്പയ്ക്ക് ചാട്ടങ്ങാണ്. എന്തായാലും ഇപ്പൊ ആൾക്കാർക്ക് സുജിൻ കൃഷ്ണ പറഞ്ഞിട്ടാണ് അറിയുള്ളൂ. പിന്നെ അത് സെറ്റായി. പിന്നെ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും സുജിനെന്ന് മാത്രം തന്നെ അറിയുള്ളൂ, ആ പേരറിയില്ല. ചേട്ടനും ആദ്യമൂടെ പറയുന്നില്ല, ഞാൻ എന്റെ ചാനലോട് പറഞ്ഞിട്ടില്ല. ആദ്യടാ കണ്ടോ ശരിക്കുള്ള പേരല്ല. പക്ഷെ പിള്ളേരുടെ അച്ഛന്റെ പേരെന്ന് സുജീഷ് എന്ന് പറയും. അറിയില്ല. എന്റെ കുട്ടിയോട് അച്ഛന്റെ പേരെന്ന് ഞാൻ പറയും സുജിൻ കൃഷ്ണ. പക്ഷെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല സുജീഷ് പേര്. പക്ഷെ അവരങ്ങനെ പറയുള്ളൂ. ഇപ്പോഴായിരിക്കും ചിലപ്പോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പറയുണ്ടായിരിക്കുക ശരിക്കുള്ള പേര് ഇതാണ്. ആർക്കും അറിയില്ല തിമ്മന പേരെന്താണ്. ഓക്കെ, ഇപ്പം പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊഞ്ചിച്ച് വിളിച്ച പേരാണ് പൊന്നു. പിന്നെ അത് പൊന്നൂസായി. ഇപ്പൊ എല്ലാരും പൊന്നുന്നാ വിളിക്കണേ. ചേച്ചി എന്താ ഏട്ടാ മാത്രം. ഇപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങൾ വേറെ പൊന്നു ചേച്ചി ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ? പൊന്നു എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയണൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, ഞാനിവിടെ തൃശ്ശൂർ റോഡ് കയറി ഡെയിലി അടിയാണ്. ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പൊ അവൻ എപ്പോഴും കളിയാക്കി പറയും, ഞങ്ങൾ കാറ് എനിക്കെന്തറിയോ, ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കടക്കുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പിന്നെ 500 രൂപ കടം വാങ്ങി, എനിക്കത് ഓർമ്മ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഞാൻ രാത്രി ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇത് ഇങ്ങനെ ഓർമ്മ വരും. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഹോട്ടലിൽ ബില്ല് കൊടുത്ത് പോകുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോ എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നത് വരിക. അതുപോലെ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ ഇവിടെ ചിലപ്പോ മുന്നേ പ്ലേന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, എടി അതെന്താ ഈ അങ്ങനെ പറഞ്ഞു, ഇന്നലെടക്ക് ഞങ്ങള് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അടിയായിരുന്നു. തൃശ്ശൂർ ബൗണ്ടറി താണ്ടിയാൽ അടിയാണ്. പക്ഷെ അടി പറഞ്ഞാൽ കൈയോടെ അടിയല്ല, അങ്ങോട്ട് ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ഒരു വഴക്ക് കഴിഞ്ഞപ്പോ എങ്ങനെയാണ് നിങ്ങളൊരു കോംപ്രമൈസിങ്? പൊഞ്ചേച്ചി പാവല്ലേ, വന്ന് സോറി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലല്ല അത് ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം മറ്റേ ഇപ്പൊ 2 ദിവസം മുന്നേറ്റം ഞങ്ങൾ എവിടേക്ക് പോയപ്പോ പാലക്കാട് ഒരു പ്രൊമോഷന് പോയി. അപ്പൊ കടയുടെ അവിടേക്ക് കേറുന്ന ആ സമയത്ത് ഞാൻ ഇവിടെ അടി ഉണ്ടായി. കേറുമ്പോ തന്നെ ചെറിയ അത് അപ്പോഴും പെണ്ണാന്ന് കൂടെ ഞങ്ങൾ പോയി. ചെറിയൊരു വാക്ക് തർക്കം അങ്ങോട്ട് പോയിക്കിട്ട് ചൂടായി. അപ്പൊ ഞങ്ങൾ റൂമുണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വർത്തമാനം പറഞ്ഞ് ഞങ്ങള് ഷോപ്പിക്ക് കയറി. ഷോപ്പിൽ കയറിയപ്പോ ലിഫ്റ്റിക്ക് കയറി പോണ്. ഞാൻ പിന്നെ കൂടായിട്ട് പിന്നെ അത് എടുക്കുമ്പോ അങ്ങനെ ചെയ്യണട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഇത് നമ്മളിപ്പോ വന്നു ഇനി അതിനെ പറ്റി സംസാരിക്കാൻ ഇവിടെ പറയണ്ടേ. പക്ഷെ അപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി എപ്പോഴും കൊണ്ടില്ല. ഇവിടെ കഴിഞ്ഞ പിന്നെ സംസാരിക്കണ്ട അങ്ങനെ ഞാൻ കൊറേ നാളെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. കുറച്ച് ചേച്ചിയാണ് പണ്ടൊക്കെ ഞാൻ തന്നെ മിണ്ടിയായിരുന്നു. അപ്പൊ പണ്ട് ചേച്ചി പോയിട്ട് അങ്ങനല്ലേ. ഇപ്പൊ എന്റെ ഭാഗത്താണ് തെറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പോയിട്ട് അങ്ങനെ മിണ്ടുന്നില്ല. ചിലപ്പോ മെസ്സേജ് അയച്ചിടും. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മിണ്ടൂല്ലോ. പിന്നെ ഏട്ടനും മിണ്ടാതെ ഒരുപാട് അങ്ങനെ നാളെ ഇരിക്കുന്നൊന്നുമില്ല. എന്തേലൊക്കെ കാരണം ഏട്ടന് എന്തിനും എന്നെ വിളിക്കണല്ലോ, വേറെ നിവൃത്തിയില്ലല്ലോ, വരില്ലല്ലോ വീട്ടില്. അപ്പൊ എന്നെ വിളിക്കൂലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് മിണ്ടും. അങ്ങനെ ഞങ്ങളുടെ കോംപ്രമൈസ് ആയി പോകുന്നല്ലേ. നിങ്ങളുടെ കോണ്ടന്റ് ഞാൻ എപ്പോഴും കാണുമ്പോൾ ഓർക്കും, ഭയങ്കര റോ ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ജസ്റ്റ് നമ്മൾ വന്ന് എത്തി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുക. അതായത് സാധാരണ യൂട്യൂബേഴ്സ് വീഡിയോ എടുക്കുക, ഒന്ന് ഡ്രസ്സപ്പ് ചെയ്യുക. ഇപ്പൊ പൊൻചേച്ചിയൊക്കെ ഇപ്പൊ ഇന്റർവ്യൂലാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. എപ്പോഴും ചേട്ടൻ ഇങ്ങനെ തന്നെയുള്ള എപ്പോഴും ഉള്ളത്. അപ്പം ആ ഒരു ഐഡിയ എവിടെ നിന്ന്? അതായത് നമ്മൾ പെണ്ണുങ്ങൾ സാധാരണ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ അതിലിപ്പത്തിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ ഇരിക്കും? പൊന്നു ചേച്ചി പറയൂ. ഞാൻ ലിപ്സ്റ്റിക് ഉണ്ട്. അല്ല മീൻസ് നോർമലി ഇപ്പം എന്താണ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നോർമൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്കത് ഇഷ്ടമല്ല ഇങ്ങനെ ഒരുങ്ങി നിന്ന് വീഡിയോ എടുക്കാൻ. ഞാനും പെങ്ങളും പാടെ ചാനൽ തുടങ്ങിയ സമയത്തേ മറ്റേ രാവിലെ എണീക്കും വീഡിയോ എടുക്കും. പക്ഷെ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മള് സാധാരണ പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. വീഡിയോ ഇപ്പൊ രാവിലെ എണീക്കും, നമുക്ക് ഇന്നത്തെ കൂട്ടാനും ചോറൊക്കെ കാട്ടിയാൽ പറയും. അപ്പൊ അന്നേരം വരെ മീൻ വാങ്ങിയെന്ന് വിചാരിച്ചാല്
ആ മീൻ എങ്ങനെയാണോ വെച്ചാൽ സാധാരണ ഒരു പുകടുപ്പ് ഇതൊക്കെ ആയിട്ട് നമ്മളേക്ക് തേങ്ങ അരയ്ക്കുമ്പോ പെങ്ങളെന്നെ അത് നമ്മൾ മിക്സി ഉണ്ടാകുന്നല്ലോ അപ്പൊ അതുപോലെ അമ്മീമ തന്നെ അങ്ങനെ അരയ്ക്കും അത് മിക്സി ഉണ്ട് അല്ലേ പക്ഷെ ഞങ്ങള് അമ്മീമ അങ്ങനെ അരച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കാം ഞാൻ പക്ഷെ നമ്മള് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല നമ്മള് വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തോ കയറി പോകുന്നു അങ്ങനെ ക്ലിക്ക് ആയിട്ട് അങ്ങ് പോകുന്നു. ഈ ഡെയിലി വ്ളോഗ്സ് വീഡിയോസിന്റെ സംഭവമേ ആക്ച്വലി ആ ഒരു എന്താ പറയാ പോപ്പുലാരിറ്റിയിലേക്ക് വരണ സമയത്ത് അത് പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് വൺ ഓഫ് ദ യൂട്യൂബേഴ്സ് നിങ്ങളാണ്. അപ്പൊ എവിടെ നിന്നാണ് ഈ ഡെയിലി വ്ളോഗ്സ് നമുക്ക് കാണിക്കാന്നുള്ള ഒരു ബേസിക് ഐഡിയ ദ ഫസ്റ്റ് ഐഡിയ കിട്ടിയത് എവിടെ നിന്നായിരുന്നു? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാണ്. അതായത് രാവിലെ ഞാൻ 8 മണി 8:30 വണ്ടിയോടം പോകും. ഉച്ചക്ക് ചോറിന വരും, ചോറിന്റെ അപ്പത്തിന് പോകും, വൈകുന്നേരത്ത് വരും, കടന്നുറങ്ങും. രാവിലെ അതന്നെ ഒരു 8-9 പണി അതായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങിയപ്പോ ഒരു 3 മാസം പൈസ ഇട്ടിരുന്നില്ല. ഫസ്റ്റ് പേയ്മെന്റ് അതുവരെ ഈ ഒരു പേയ്മെന്റ് കിട്ടുന്ന വരയ്ക്ക് ഞാൻ ഇതുപോലെ വണ്ടിയോടം പോകും. എന്നിട്ട് ആ ഒരു വീട് നാളെ എന്താ വീട് എടുക്കേണ്ടത് വെച്ചാൽ തലേദിവസം രാത്രി കിടക്കുമ്പോ തന്നെ റെഡിയാക്കി വെക്കും. ഞാൻ എന്താ നാളെ എടുക്കേണ്ടത് അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. കാരണം നാളെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഇന്ന് തന്നെ ഞാൻ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ അന്ന് നമുക്ക് വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നാളേക്കുള്ള വീഡിയോ ഞാൻ ഇന്ന് തന്നെ രാത്രി കിടക്കുമ്പോ ഞാൻ അപ്ലോഡിങ്ങിന് വെക്കും. അപ്പൊ രാവിലേക്ക് അപ്ലോഡ് ആവുന്നത് പിന്നെ ഞാൻ വൈകുന്നേരത്തെ 7 മണിക്ക് അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. വണ്ടിയോടാൻ പോകും. ഞാൻ ഇടയിൽ വന്നിട്ട് വീഡിയോ എടുത്ത് പോകും. അങ്ങനെയായിരുന്നു. പിന്നെ അതിന്നൊരു വരുമാനം കിട്ടൽ തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മള് കൊറോണ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഡെയിലി അങ്ങനെ വീഡിയോ ഇട്ടിട്ട് പിന്നെ അതൊരു ഡെയിലി വ്ളോഗ് അങ്ങനെ വലിയ രസമല്ലല്ലോ എല്ലാരും പാടെ ഇരിക്കുമ്പോ എന്തെങ്കിലും വീഡിയോ അങ്ങനെ പിന്നെ ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ വീഡിയോ എടുക്കാൻ. അപ്പൊ പിന്നെ ഡെയിലി അങ്ങനെ എടുക്കും. ഡെയിലി നമുക്ക് വേറെ പണിയില്ല. അപ്പൊ പിന്നെ ഞാനും പെങ്ങളും ഇവളും അമ്മ എല്ലാരും ഉള്ളതുകൊണ്ട് ഡെയിലി വീഡിയോ എടുക്കും. കൊറോണ ടൈം ആയിരുന്നു, ലോക്ക്ഡൌൺ ആയിരുന്നു, ഓട്ടോ ഓടാനും പോകാൻ പറ്റില്ല, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പുറത്തിറങ്ങി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെ ഒരു ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വ്ളോഗിങ് മാത്രമായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നു. അതെല്ലാരും സ്ട്രെസ് ബസ്റ്റിംഗ് എന്തെങ്കിലും ഒരു സാധനം നോക്കിട്ട് അപ്പൊ ഡെയിലി അങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മളങ്ങനെ ഡെയിലി ഫാമിലി വ്ളോഗേഴ്സ് ആയി മാറുമായിരുന്നു ഗൈസ്. ഞങ്ങൾ നമ്മൾ പോലും അറിയാം നമ്മൾ അതുപോലെ. അപ്പൊ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇട്ട് എത്ര നാൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഒരു എമൗണ്ട് വന്നത്? അപ്പൊ 3 മാസം കഴിഞ്ഞിട്ട്. 3 മാസം അറിയോ അന്ന് മറ്റേ പിന്നെ അന്ന് പറഞ്ഞ ടിക്ടോക്കിന്ന് ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങുന്നത് ഞങ്ങളാണ്. പറഞ്ഞ് അപാരാന്ന് തുടങ്ങിയിട്ടില്ല. കാരണം കുറെ ടിക്ടോക്ക് പോയി. അത് ടിക്ടോക്ക് പോണത് മെയ്യിലേക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങള് April 8 ചാനൽ തുടങ്ങുന്നത്. ദൈവത്തിന്റെ ഇതായിരിക്കാം. കറക്റ്റ് അത് പോണതിന്റെ മുന്നേ തന്നെ ഞാൻ ഒരു ചാനൽ തുടങ്ങിയ ഇടയായി. പെട്ടെന്ന് 37 ദിവസം കൊണ്ട് 1 lakh സബായി. 37 ദിവസം കൊണ്ടായി. അതിനൊക്കെ വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പൊ 37 ദിവസം അവർ ഡെയിലി നമുക്ക് 10,000 20,000 വെച്ച് സബ് കയറുണ്ടായിരുന്നു. കാരണം ഞങ്ങള് തുടക്കത്തിൽ തന്നെ ഞങ്ങള് ഞങ്ങൾ ഇരുന്നായിരുന്ന വീട് അടുക്കള ഉള്ളിലുള്ള ഞാനും പെങ്ങളും നന്നായിട്ട് സംസാരിക്കാൻ കിട്ടും. പിന്നെ ഇപ്പോഴും ഒട്ടും മോശമില്ലാത്തോണ്ട് അങ്ങ് പരസ്പരം സംസാരിച്ചതായതുകൊണ്ട് അതങ്ങനെ റീച്ച് ആയി. എല്ലാവർക്കും മറ്റുള്ള നമ്മൾ സംസാരമാണ് ആരെങ്കിലും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. എല്ലാവരും ഇപ്പൊ യൂട്യൂബ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന സംഭവമാണ്. തന്നെ മറ്റേ യൂട്യൂബ് ഒക്കെ കണ്ടിരുന്നു തുടക്കം തൊട്ട്. അതായത് 249 രൂപയാണ് അന്ന് ഐഡിയക്ക് റീചാർജ് 1 GB. അതൊക്കെ കയറ്റി ഞാൻ യൂട്യൂബ് കണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആൻഡ്രോയിഡ് ഒക്കെ ആയപ്പോഴേക്ക് ഞാൻ കാണുമ്പോ നമ്മളെ എംഫോടെക് അതുപോലെ തന്നെ ഫിറോസിക്ക പിന്നെ എന്തൊരു സിമ്പിൾ ഉണ്ണിയോ അങ്ങനെ കുറച്ച് വലിയ വലിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ലുക്കില് ഭയങ്കര സെറ്റപ്പ്. നമുക്കൊന്നും ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടിരുന്ന വളരെ സാധാരണക്കാരെ ഞങ്ങൾ നോർമൽ ലൈഫ് നോർമൽ സംസാരമായിട്ട് അതിന്റെ ഇടയിലേക്ക് ഞങ്ങൾ വരുന്നത്. അങ്ങനെ ഞങ്ങള് ഉമ്മിക്കരിയും കൊണ്ട് പല്ലിയേക്കണതും ഫുള്ള് അതാ രസമായിരുന്നു. പിന്നെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആൾക്കാർ ഇങ്ങനത്തെ വ്ളോഗേഴ്സ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സിംപ്ലിസിറ്റി ആണ് നിങ്ങളെ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ആദ്യം വന്ന വരുമാനം 3 മാസത്തിന് ശേഷം വന്ന എമൗണ്ട് എത്രയായിരുന്നു? ഭയങ്കര ടെൻഷനാണ് നോക്കി. കാരണം എനിക്കൊന്നത് വല്ലാണ്ട് ഇംഗ്ലീഷ് വലിയ പേടിയില്ലാത്തോണ്ട് ചിലത് ശരിയാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ തന്നെ കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എനിക്ക്. ഞാൻ എല്ലാവർക്കും വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവ കുറെ പിന്നീട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ നമുക്ക് കിട്ടും ധൈര്യമായിട്ട്. അതാണ് കിട്ടുന്ന വരയ്ക്ക് ഞാൻ ഓട്ടോറിക്ഷ അന്ന് കുറെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പൈസ കിട്ടുന്നത് 32,000 30,000 റുപ്യാണ് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് 1.5 റുപ്യ 1.40 എത്രട്ടെ കിട്ടി. എന്തായിരുന്നു അത്രയും ഒരു എമൗണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. എനിക്ക് ചേച്ചിക്ക് അവർക്ക് വലിയ ഐഡിയ ഇല്ല കിട്ടുമോ. അതറിയോ ഞാൻ രാവിലെ എണീക്കും. ഇവരൊക്കെ പറയും നാളെ എന്നെ വീട് എടുക്കണം. ഞാനാണ് ഒക്കെ നാളെ എന്നെ വീട് എടുക്കണം. ഇപ്പൊ മത്തി വാങ്ങണം നോർമൽ കാര്യം ഞാൻ പറയാം നാളെ എടുക്കണം കേട്ടോ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെക്കും ഞാൻ.
അതെ. പക്ഷെ ഇവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഈ പ്ലേ ബട്ടന് അതൊന്നും ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അതിനെ പറ്റി എനിക്ക് നമ്മളതിൽ അത്രയും സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. ആ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങളവിടുത്തെ പോസ്റ്റ്മാന് ആഡ്സെൻസിന്റെ പിൻ നമ്പറും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഇതായി കാരണം നമ്മൾ അത്രയും അതിന് വേണ്ടിട്ട് 3 മാസം ഞാന് അത്രയും കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. കാരണം അത് കിട്ടാൻ പറ്റില്ല. എല്ലാരും പറഞ്ഞു ഈ ലോക്ക്ഡൌണിന്റെ പ്രശ്നമായതുകൊണ്ട് പിൻ നമ്പർ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോ പിന്നെ ടീച്ചർ അത്രയും കഷ്ടപ്പെട്ടു. ഞാൻ കുറെ പൈസ കടം വാങ്ങിയിട്ടൊക്കെ നമ്മള് കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി അന്ന് ഇതുപോലെ 1 കിലോ ചിക്കൻ വാങ്ങുന്നത് നമ്മൾ 200 രൂപ ഒന്നും എടുക്കണമെന്നില്ല. അത്രയും കഷ്ടപ്പാടല്ലേ. അപ്പൊ ഞാൻ ഓരോരുത്തർക്ക് വിളിച്ചിട്ട് 500, 1000 എല്ലാവരും അന്നായിരുന്നു കടം കിട്ടൂല. എന്നിട്ട് കൂടി ഞാന് അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ പെൻഡിങ് ആണ്. പക്ഷെ അതൊന്ന് കിട്ടിയപ്പോ അത്ര എനിക്ക് കരച്ചിൽ വന്നു. കാരണം ആ ചങ്ങാകൾ വന്നിട്ട് എന്തോ ഗൂഗിളിൽ നിന്ന് എന്തോ വന്നിട്ടുണ്ടെന്നൊക്കെ പിന്നെ നമ്മൾ കൊടുത്തു തന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഫണ്ട് കിട്ടിയപ്പോ പിന്നെ ഞാൻ പിന്നെ എല്ലാരും ഇങ്ങനെ ചോദിക്കും. ഞാൻ കുഴപ്പമില്ല. പിന്നെ എനിക്ക് പിന്നെ ധൈര്യമായി. ഇപ്പൊ പിന്നെ എനിക്ക് എല്ലാം അറിയാം. അപ്പൊ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറൊക്കെ ഫേസ്ബുക്ക് റെഡിയാക്കി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സെറ്റായിട്ട് പോണം. ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ കാണിക്കാം. ഈ ഫോട്ടോ ഏത് സന്ദർഭത്തിൽ എടുത്തതാണ് എന്ന് വ്യക്തവും ശക്തവുമായി ഇവിടെ മോളിവുഡ് മിക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. മറക്കാൻ പറ്റില്ല. ഇത് അങ്ങനെ ഇങ്ങനെ നിങ്ങൾ മറക്കില്ല. കാരണം ഇത് നിങ്ങൾ കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. എനിക്ക് ഈ റിയാക്ഷൻ കണ്ടിട്ട് പെട്ടെന്ന് എന്താ പറയുക, 2 countries ഡെലിവറി. ഇത് ഏട്ടൻ ഞങ്ങള് പറയുമ്പോഴേക്കും ഏട്ടൻ പഴനി പോയിട്ട് അരവണ കൊണ്ടുതരാൻ വന്നപ്പോ ശബരിമലയിൽ പോയി വന്നിട്ട് ഇവിടെ കാണാൻ വേണ്ടി പോയപ്പോ എടുത്ത ഫോട്ടോ. ഇത് വീട്ടുകാർ അറിയാണ്ട് അരവണ കൊണ്ട് തരുമ്പോഴാണ് ഞാൻ ഏട്ടനെ കാണാൻ പോയതെന്ന് പറഞ്ഞു. അതെ. പക്ഷെ ആ സമയത്ത് പോലെ ഞാൻ ഇടക്കിടക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു അവസാനത്തെ പോക്ക് പോയി ഞാൻ. അങ്ങനെ നല്ല കിട്ടലും കിട്ടിക്ക്. അതെന്താ അല്ല ഞാൻ പറയുന്നത് ഇതുപോലെ ശനി ഞായറൊക്കെ ശനിയാഴ്ച ഇവൾക്ക് എന്തോ ക്ലാസ് ഉണ്ട് അല്ലേ, എന്തോ ഡാൻസോ എന്തോ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളെ കാണാൻ വേണ്ടിട്ട് പോകും. ചെക്കന്മാരായാലും ബൈക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകും. ഇവിടെ എത്ര ദൂരം 84 കിലോമീറ്റർ. മനുഷ്യക്ക് പൈസ വാങ്ങിയിട്ടൊക്കെ ഞാൻ നമ്മളെ കാണാൻ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട് അങ്ങോട്ട്. അതില് ഞാൻ ഇടക്കിടക്കുന്ന ബൈക്കിൽ പോകണം. ഒരു ലാസ്റ്റ് പോക്ക് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഒരു 2-3 വട്ടം നമ്മളെ വീട്ടില് ബൈക്ക് പിടിച്ചു. അതായത് ഞങ്ങൾ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം പിടിച്ചു. ഒരു മിനിറ്റ് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. എങ്ങനെ പിടിച്ചു? ആദ്യത്തോട്ട് ഞാനായിട്ട് പറഞ്ഞു. കാരണം നമുക്ക് പിന്നെ കളത്തിലാണ് നമുക്ക് പേടിയാണല്ലോ. പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടി കിട്ടു. അപ്പൊ പിന്നെ നമ്മൾ ആദ്യം പറയാം. ഒരു വട്ടം ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പൊക്ക് ഏട്ട ഓട്ടോക്കാരനാണെന്ന് ഫസ്റ്റ് ഞാൻ പറയാ ചെയ്തത്. പിടിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു. അപ്പൊ ഏട്ട ഓട്ടോക്കാരനാണെന്നുള്ള ഒരു ഇതുകൊണ്ട് എല്ലാരും വേണ്ട എന്നുള്ളത്. അത് ഫാമിലിയിൽ ഭയങ്കര മോശമായിട്ടുള്ള അത് കാരണം നാട്ടുകാർ പറഞ്ഞു. ഏട്ടന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാക്കി കേട്ടോ. കൊറേയൊക്കെ ഇവരിങ്ങനെ അങ്ങോട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഓട്ടോ ഡ്രൈവർക്ക് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം. പക്ഷെ അത് 2ാമത്തെ തൊട്ട് ഞങ്ങള് ഫോൺ ചെയ്തപ്പോ ഏട്ടൻ എനിക്ക് വന്നൊന്ന് ഫോൺ പിടിച്ചു. 2 ഫോൺ വാങ്ങി കൊടുത്തു. ഇത്രയും പ്രശ്നമായിട്ട് ഒരു ഫോണേ തന്നുള്ളൂ. ഒരു ഫോൺ ഇവിടെ മാമന്റെ കയ്യിൽ ഞാൻ കണ്ടുവിടുന്നത്. മാമന് കൊടുത്ത ഫോൺ വാങ്ങിച്ചു കൊടുത്തു അല്ലേ? ഞാൻ പറഞ്ഞത് മാമനല്ല, അച്ഛന്റെ കൂട്ടുകാരന്റെ 2 ഫോൺ കൊടുത്തു ഞാൻ. ഒരു ഫോൺ പിടിച്ചപ്പോ അടുത്ത ഫോൺ വാങ്ങി കൊടുത്തു. എന്നിട്ട് സ്റ്റേഷനിൽ ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്ന വീട്ടിക്ക് പോവന്നല്ലോ എന്റെ ഫോൺ തരാൻ 2 ഫോൺ കൊടുത്തു. അന്നൊക്കെ 1200 രൂപയുടെ നോക്കിയുടെ 1200 രൂപ എന്ത് വില അറിയോ? ഇപ്പഴും വില ഉണ്ട്. പക്ഷെ അവർ ആ ഫോൺ തന്നില്ലേ, സ്റ്റേഷനിൽ ഒരു ഫോണേക്ക് തന്നുള്ളൂ. അപ്പൊ മറ്റേ ഫോൺ നോക്കിയപ്പോ ഉണ്ട് അയാളെ പോക്കറ്റില്ല ഫോണ്. എന്റെ ഫോണിങ്ങനെ അവിടെ മറക്കില്ല. അപ്പം അങ്ങനെ ഫോൺ പിടിച്ചപ്പോ അങ്ങനെ 2 വട്ടം പിടിച്ചു. അപ്പൊ പിന്നെ 3ാമത്തെ വട്ടം അപ്പക്കും വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായി എല്ലാരും. കാരണം ഓട്ടോക്കാരനെയാണല്ലോ പ്രേമിച്ചത്. അത് ഭയങ്കര പ്രശ്നമായി. എന്തിനാണ് അങ്ങനത്തെ ഒരു നല്ല ശമ്പളം ഗൾഫില് ആണോ? അത് ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട്. ചേച്ചിയുടെ അച്ഛൻ ഭയങ്കര ഭയങ്കര ലെവലൊന്നല്ല. അച്ഛൻ മറ്റേ കാനോൺ കമ്പനിയുടെ മാനേജറാണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജർ. അല്ല 30 കൊല്ലായി അവിടെ. താങ്ക് യു.